സ്നേഹത്തിൽ പൊതിഞ്ഞ കരുതലിൻ്റെ, സമാനതകളില്ലാത്ത സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഒക്കെ നിറകുടമായി മോഹൻലാൽ തൻ്റെ പ്രിയപ്പെട്ട ഇച്ചാക്കിക്ക് ശബരിമലയിൽ ഉഷപൂജ വഴിപാട് നടത്തി. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് അദ്ദേഹം വഴിപാട് നടത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മമ്മൂക്കയ്ക്ക് വേണ്ടിയാണ് മോഹൻലാൽ ഇന്ന് ശബരിമലയിൽ ഈ വഴിപാട് നടത്തിയത്. ഒപ്പം തൻ്റെ ഭാര്യ സുചിത്രയ്ക്ക് വേണ്ടിയും. ഒരാൾ തൻ്റെ രോഗം വെളിപ്പെടുത്തുന്നതുവരെ അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സന്ദേശം അത് ഇന്നത്തെ കാലത്തെ മഹത്തായ ഒരു സന്ദേശമാണ്. മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയിൽ നമ്മുടെ ബാല്യകൗമാരം മുതൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് രണ്ടാളുകളും. അവരെ ചുറ്റിപ്പറ്റി രണ്ട് ഫാൻസുകാരും പലപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിലേക്കൊക്കെ അവരുടെ ഓരോ ചെയ്തികളും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് അതിൽ കലപില കൂട്ടുമ്പോഴും കലഹിക്കുമ്പോഴും ഇരുവരും തമ്മിൽ അത്തരമൊരു ആശയവിനിമയ ദാരിദ്ര്യത്തിൻ്റെ ഏതെങ്കിലും സന്ദേശങ്ങൾ സമൂഹത്തിന് ഇരുവരും നൽകിയിരുന്നില്ല. പരസ്പരം ജന്മദിനത്തിൽ ആശംസകൾ നേർന്നു, ഇരുവരുടെയും ചിത്രത്തിന് വിജയാശംസകൾ അർപ്പിച്ചു അവരങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. രണ്ടുപേരും കേവല സിനിമയ്ക്കപ്പുറത്ത് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ഈ സമൂഹത്തിന് ആകെയും നൽകിപ്പോന്നിരുന്നത്. അതേ കരുതൽ തന്നെയാണ് ഇപ്പോഴും മോഹൻലാൽ തൻ്റെ പ്രാർത്ഥനയിലൂടെ സ്വന്തം ഇച്ഛാക്കിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിശ്വാസമനുസരിച്ച് ശബരിമലയിൽ വഴിപാട് നടത്തുന്ന ആ പ്രവൃത്തി അത് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമ വിദ്വേഷങ്ങളുടെ കാലത്ത് ആസൂത്രിതമായി ഒളിഞ്ഞും തെളിഞ്ഞും മനുഷ്യരെ ഭിന്നിപ്പിക്കാനും തമ്മിൽ ധ്രുവീകരിക്കാനും ഒക്കെ ശ്രമിക്കുന്നൊരു കാലം കൂടിയാണ്. ഞാനിന്ന് എൻ്റെ ഒരു മാധ്യമ സുഹൃത്തുമായി പകൽ സംസാരിച്ച ഒരു വിഷയം തന്നെയാണിത്. ആരെങ്കിലും ഒന്ന് രണ്ട് ആളുകൾ വിദ്വേഷം പറയുന്നു, അതിനടിയിൽ കുറേ പേർ കമൻറ്റുകൾ എഴുതുന്നു. ഈ കമൻറ്റുകൾ എഴുതുന്ന വിദ്വേഷികളിൽ നല്ലൊരു ശതമാനവും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വളരെ സുഭിക്ഷമായി എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടുന്നവരാണ്. എന്നാൽ തെരുവിൽ പണിയെടുക്കുന്ന സാധാരണക്കാർ, ഞാനിന്ന് എൻ്റെ കരുനാഗപ്പള്ളി ടൗണിലൂടെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, അതിൻ്റെ ഇരുവശങ്ങളിലും തെരുവോരങ്ങളിലായി കച്ചവടം നടത്തുന്ന മനുഷ്യരുണ്ട്. അവർക്കൊരു പക്ഷേ ഫേസ്ബുക്കും വാട്സപ്പും ഇതുപോലെ ദുഷിച്ച കമൻറ്റുകളും ഒന്നും എഴുതാൻ നേരമുണ്ടാവില്ല. ജീവിത പ്രാരാബ്ധങ്ങളിൽ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പാടുപെടുകയായിരിക്കും അവർ. അതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കിടയിൽ ഇപ്പോഴും സ്നേഹമുണ്ട്, അവർക്കിടയിൽ ഇപ്പോഴും സന്തോഷമുണ്ട്. എന്നാൽ ഈ വൈരുദ്ധ്യങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമവാസനകളായി തെരുവിലേക്കെത്തുമ്പോൾ തകർക്കപ്പെടുന്നതും നഷ്ടപ്പെടുന്നതുമൊക്കെ ആ മനുഷ്യരുടെ ജീവിതവും ജീവനോപാധികളും ഒക്കെയാണ്. സുഖമായി കഴിയുന്നവരും സന്തോഷമായി കഴിയുന്നവരും തങ്ങളുടെ ലാവണം വിദ്വേഷത്തിൻ്റെ ഇടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ കുടികൊള്ളുന്നവരാണ്, അതിൻ്റെ നേട്ടം കൊയ്യുന്നവരാണ്. അത്തരം സംഗതികളുടെ പശ്ചാത്തലത്തിൽ വിശ്വാസങ്ങളുടെ സൂക്ഷ്മതയിലൂടെ കണ്ട് എല്ലാ പ്രവൃത്തികളെയും വ്യാഖ്യാനിക്കുന്ന കുറേ പേർ, മറ്റു കുറേ പേർ വിദ്വേഷത്തിൻ്റെ കനലെറിഞ്ഞ് അതിലൂടെ അവരുടെ ഇഷ്ടങ്ങളെ അത് തൃപ്തിപ്പെടുത്തി ഈ സമൂഹത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്നവർ, അവർക്ക് നടുവിലൂടെയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇക്കാലം അത്രയും ജീവിച്ചു പോന്നിരുന്നത്. ഒരുപക്ഷെ സ്നേഹം പഠിപ്പിക്കുന്ന, സൗഹൃദം പഠിപ്പിക്കുന്ന, വിട്ടുവീഴ്ച പഠിപ്പിക്കുന്ന, ആത്മീയതയുടെ നേതാക്കളായി വർത്തിക്കുന്ന പലരെക്കാളും വിഭിന്നമായ സന്ദേശമാണ് അവരെല്ലാ കാലത്തും നൽകിയിട്ടുള്ളത്. ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് മോഹൻലാൽ തൻ്റെ ഈ പ്രവൃത്തിയിലൂടെ കേരള ജനതയ്ക്ക് കാണിച്ചു കൊടുത്തത്. തൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടം അത് ഏറ്റവും മനോഹരമായ കരുതലായി, തന്നോടൊപ്പം സഹപ്രവർത്തകനായി ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ജീവിത പ്രയാസങ്ങളുടെയോ വെല്ലുവിളികളുടെയോ രോഗത്തിൻ്റെയോ കാലത്ത് തൻ്റെ സ്നേഹവും ഇഷ്ടവും താൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തോട് പറഞ്ഞ് അദ്ദേഹത്തിന് ശാന്തിയും സമാധാനവും സുഖകരമായ ഭാവി ജീവിതവും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാവമാണ് അവിടെ പ്രകടിപ്പിച്ചത്. നമ്മൾ പലപ്പോഴും ഹിന്ദുവിൻ്റെ വിപരീതപദം മുസ്ലിമെന്നോ മുസ്ലിമിൻ്റെ വിപരീതപദം ക്രിസ്ത്യാനിയെന്നോ അത്തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന രണ്ടുപേരായി വിദ്വേഷിക്കാൻ
സമയം ചെലവഴിച്ചവരെ നാണിപ്പിക്കുകയായിരുന്നു മോഹൻലാൽ ചെയ്തത്. അതെ, സുഖമായി വരട്ടെ, ദീർഘകാലം ജീവിക്കട്ടെ. ഈ സ്നേഹത്തിൻ്റെ സന്തോഷം ഇന്നത്തെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഇരുട്ടിൻ്റെയും കാലത്ത് ഒരു മനോഹര സന്ദേശമായി പടരട്ടെ. ഇരുവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഞാനും നേരുന്നു, വളരെ നിഷ്കളങ്കമായ ഇഷ്ടത്തോടെ.